വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം, സഭാപ്രസംഗകൻ 6-ാം അധ്യായം 3-ാം വാക്യം അനുസരിച്ച് ആരുടെ സ്ഥിതിയാണ് 100 മക്കളുണ്ടായിട്ടും ജീവിത സുഖങ്ങൾ അനുഭവിക്കാനോ സംസ്കാരം ലഭിക്കാനോ ഇടവരാത്ത ഒരാളേക്കാൾ നല്ലത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ചാപിള്ള. ക്വസ്റ്റ്യൻ നമ്പർ 2, ആരുടെ ഇഷ്ടം അനുസരിച്ചാണ് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയർപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നമ്മുടെ പിതാവായ ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 3, സഭാപ്രസംഗകൻ 3-ാം അധ്യായം 12-ാം വാക്യം അനുസരിച്ച് മനുഷ്യർക്ക് ഏറ്റവും കാമ്യമായിട്ടുള്ളത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 4, മനുഷ്യൻ ഡാഷ് കൊയ്യും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിതയ്ക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5, ദൈവത്തിന്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു. എന്നാൽ ഡാഷ് എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 6, മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? നവോമി ഇത് പറഞ്ഞത് ആരോടാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, റൂത്തിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 7, ഈ ഡാഷ് അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 8, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൃപയും സമാധാനവും. ക്വസ്റ്റ്യൻ നമ്പർ 9, സ്വർണ്ണ ഉരുപ്പടികൾ എവിടെ വെക്കണം എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെട്ടിക്കുള്ളിലാക്കി അതിൻ്റെ ഒരു വശത്ത് വയ്ക്കുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 10, അവന്റെ വചനം ശ്രവിച്ച് പലരും അവനിൽ ഡാഷ്. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിശ്വസിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 11, യേശു ശവകുടീരത്തിന് മുമ്പിൽ വന്നപ്പോൾ എന്താണ് ചെയ്തത്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നെടുവീർപ്പിട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 12, ആരാണ് നവോമിയോടൊപ്പം ബെത്ലഹേമിലേക്ക് മടങ്ങിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 13, യേശു എവിടെയാണ് ഇരുന്നത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കിണറിന്റെ കരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 14, ഉദരപൂരണത്തിനാണ് മനുഷ്യന്റെ ഡാഷ് മുഴുവൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അധ്വാനം.
ക്വസ്റ്റ്യൻ നമ്പർ 15. ആരാണ് സ്വർണ്ണയുരുപ്പടികൾ പെട്ടിക്കുള്ളിലാക്കിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 16. ആദ്യ അത്ഭുതത്തിന് ശേഷം യേശു എവിടെ പോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കബർനൗം. ക്വസ്റ്റ്യൻ നമ്പർ 17. തന്റെ തോട്ടം നനയ്ക്കാൻ സഭാപ്രസംഗൻ എന്തുണ്ടാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 18. ഗലാത്യർ 6-ാം അധ്യായം 8-ാം വാക്യം അനുസരിച്ച് ആത്മാവിനെ വിതയ്ക്കുന്നവൻ എന്ത് കൊയ്തെടുക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിന്റെ ഇസ്രായേലിന് സമാധാനവും ഡാഷ് ഉണ്ടാകട്ടെ. ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹം. ക്വസ്റ്റ്യൻ നമ്പർ 20. യേശുവിന്റെ അഭിപ്രായത്തിൽ പുത്രന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവ് ചെയ്യുന്നത് മാത്രമേ ചെയ്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 21. തന്നെ സ്വീകരിച്ച അവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം എന്തിനുള്ള കഴിവാണ് നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവമക്കളാകാൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഏതുദ്ദേശത്താൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതുണ്ടെന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വാസികൾക്ക് നിത്യജീവൻ ലഭിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 23. നിയമത്തിന്റെ അടിസ്ഥാനം ഡാഷ് അല്ല, എന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 24. ആരുടെ വാക്കുകളാണ് വ്യർത്ഥമാകാതെ കർത്താവ് കാത്തു സൂക്ഷിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാമുവലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 25. ആരാണ് അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഭാപ്രസംഗൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഷിമയോന്റെ പിതാവ് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. ആരെ പോലെ കഠിനഹൃദയരാകരുത് എന്നാണ് ഫിലിസ്ത്യരോട് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഈജിപ്തുകാരും ഫറവോയും. ക്വസ്റ്റ്യൻ നമ്പർ 28. ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരുടെ സമീപമാണ് സ്ഥാപിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തിന്റെ പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 29. സാമുവലിനെ ആരുടെ അടുത്തേക്കാണ് ഹന്ന കൊണ്ടുവന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഏലി. ക്വസ്റ്റ്യൻ നമ്പർ 30. ഭൂമിയുടെ വിളവ് എല്ലാവർക്കും ഉള്ളതാണ്, രാജാവിനും എന്തിൽ ആശ്രയിക്കാതെ വയ്യ? സഭാപ്രസംഗൻ 5-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിളവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. ആർക്കാണ് ശാശ്വത സ്മരണ ലഭിക്കാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭോഷനും ജ്ഞാനിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 32. യേശുവിനും ശിഷ്യന്മാർക്കുമുള്ള ബന്ധം
എങ്ങനെ ആരംഭിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. യേശു വിളിച്ചു, എന്നെ അനുഗമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 33. സഭാപ്രസംഗൻ 4-ാം അധ്യായം 8-ാം വാക്യം ആർക്കു വേണ്ടിയാണ് താൻ അധ്വാനിക്കുന്നതെന്നും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുന്നതെന്നും ചിന്തിക്കാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. പുത്രനോ സഹോദരനോ ഇല്ലാത്തവൻ. ക്വസ്റ്റ്യൻ നമ്പർ 34. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരെയാണ് സേവിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ദൈവമല്ലാത്തവയെ. ക്വസ്റ്റ്യൻ നമ്പർ 35. മർത്തായുടെയും മറിയത്തിന്റെയും സഹോദരന്റെ പേര് വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ലാസർ. ക്വസ്റ്റ്യൻ നമ്പർ 36. ആരിലൂടെയാണ് നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ വിശ്വാസികൾ കാത്തിരിക്കുന്നത് എന്ന് ഗലാത്യ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. പരിശുദ്ധാത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 37. സഭാപ്രസംഗൻ ആരേക്കാളധികം ജ്ഞാനം സമ്പാദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ജെറുസലേമിൽ മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ. ക്വസ്റ്റ്യൻ നമ്പർ 38. യേശു എന്റെ വചനം തന്നെയാണ് വിധി ചെയ്യുക എന്ന് പറഞ്ഞത് എപ്പോൾ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. വചനങ്ങൾ നിരസിക്കുന്നവരെ പറ്റി സംസാരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 39. ശിഷ്യന്മാർ ആലയം സംബന്ധിച്ച വചനം ഓർത്തത് എവിടെയായിരുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ദേവാലയത്തിൽ സംഭവിച്ചപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 40. നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നമ്മുടെ പാലകനായിരുന്നു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 41. ആരാണ് കർത്താവിന്റെ പേടകം ഏറ്റെടുക്കാൻ വന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. കിരിയാത്യയാറിമിലെ ജനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 42. അത് മിഥ്യയിൽ ജനിച്ച് ഡാഷിലേക്ക് പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. അന്ധകാരത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 43. ആരാണ് റൂത്തിനെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തത് എന്ന് റൂത്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 44. അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് എവിടേക്ക് പോവുക? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. യൂദയായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 45. നവോമിയുടെ ഭർത്താവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ. എലിമലക്. ക്വസ്റ്റ്യൻ നമ്പർ 46. ഫിലിസ്തീയർ ആർക്കെതിരെ യുദ്ധത്തിന് വന്നു? ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ഇസ്രായേലിനെതിരെ. ക്വസ്റ്റ്യൻ നമ്പർ 47. വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും എന്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു? ശരിയായ ഉത്തരം
ഓപ്ഷൻ സി പാപത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 48. കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ വെച്ചാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഷീലോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 49. ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവും ഡാഷ് ഭവനം പോലെ ആകട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പേരസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 50. ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എങ്ങനെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്ലേശകരം. ക്വസ്റ്റ്യൻ നമ്പർ 51. അബ്രാഹാം ദൈവത്തെ ഡാഷ് അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിശ്വസിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 52. സാമുവൽ കർത്താവിന് എന്താണ് അർപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആട്ടിൻകുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 53. മനുഷ്യന് അത് വിവരണം ചെയ്യുവാൻ അസാധ്യം എന്തിനെക്കുറിച്ച്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 54. ഫിലിസ്തീർ ആരെയാണ് കർത്താവിന്റെ പേടകത്തെക്കുറിച്ച് ചോദിക്കാൻ വിളിച്ചു വരുത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും. ക്വസ്റ്റ്യൻ നമ്പർ 55. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യേശു. ക്വസ്റ്റ്യൻ നമ്പർ 56. എല്ലാ മനുഷ്യനും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ആരുടെ ദാനമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 57. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള ഡാഷ് നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കഴിവ്. ക്വസ്റ്റ്യൻ നമ്പർ 58. ആരുടെ ഭാര്യയാണ് പ്രസവവേദനയെ തുടർന്ന് കുഞ്ഞിന് ഇക്കാമോദ് എന്ന് പേരിട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫിനെഹാസിന്റെ ഭാര്യ. ക്വസ്റ്റ്യൻ നമ്പർ 59. റൂത്ത് സന്ധ്യ വരെ കാലാപെറുക്കി മെതിച്ചപ്പോൾ ഏകദേശം എത്ര ബാർലി ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഒരെഫ. ക്വസ്റ്റ്യൻ നമ്പർ 60. സഭാപ്രസംഗൻ 2-ാം അധ്യായം 8-ാം വാക്യം അനുസരിച്ച് ആർക്കാണ് ധാരാളം ഗായകന്മാരും ഗായികമാരും ഉണ്ടായിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സഭാപ്രസംഗന്. ക്വസ്റ്റ്യൻ നമ്പർ 61. യേശു എന്ത് പറഞ്ഞപ്പോൾ അവർ അത് മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യേശു ഉപമ പറഞ്ഞപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 62. ദാസിയുടെ പുത്രൻ ആരുടെ കൂടെ അവകാശിയാകാൻ പാടില്ല? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്വതന്ത്രയുടെ പുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 63. പേടകം അമിനാദാബിന്റെ ഭവനത്തിൽ എത്ര വർഷത്തോളം ഇരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 20 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 64. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അനുസരിച്ച് കറ്റകളുടെ ഇടയിൽ നിന്നും റൂത്ത് കാല പെറുക്കുമ്പോൾ അവളെ ശകാരിക്കരുതെന്ന് ഭൃത്യന്മാരോട് പറഞ്ഞത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 65. എന്തിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കാനാണ് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആത്മാവ്.
ക്വസ്റ്റ്യൻ നമ്പർ 66. ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു എന്ന് പറയുന്നത് ഏത് കാര്യത്തെപ്പറ്റി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജ്ഞാനവും അറിവും അന്വേഷിക്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. ബോവാസ് തന്റെ ഡാഷ് പറഞ്ഞു. മോവാബ് ദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു. അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബന്ധുവിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 68. ഗലാത്യ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന കർത്താവിന്റെ സഹോദരനായ അപ്പസ്തോലൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 69. ആദിയിൽ വചനമുണ്ടായിരുന്നു, ഡാഷ് ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 70. ആരാണ് ആദ്യം റൂത്തിനെ തിരിച്ചറിയാതിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 71. ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽക്കൽ കിടന്നപ്പോൾ ബാക്കിയുണ്ടായിരുന്നത് ആരുടെ ഉടയലായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദാഗോൻ. ക്വസ്റ്റ്യൻ നമ്പർ 72. സഭാപ്രസംഗൻ 5-ാം അധ്യായം 19-ാം വാക്യം അനുസരിച്ച് ആർക്കാണ് വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും ജീവിതം തള്ളി നീക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മനുഷ്യന്. ക്വസ്റ്റ്യൻ നമ്പർ 73. നിങ്ങളെ അസ്വസ്ഥരാക്കുന്നവർ പൂർണ്ണമായും ഡാഷ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അംഗവിച്ഛേദനം. ക്വസ്റ്റ്യൻ നമ്പർ 74. സഭാപ്രസംഗൻ 3-ാം അധ്യായം 6-ാം വാക്യം അനുസരിച്ച് സമ്പാദിക്കാൻ ഒരു കാലമുണ്ട്, പിന്നെ എന്ത് ചെയ്യാനാണ് മറ്റൊരു കാലം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നഷ്ടപ്പെടുത്താൻ. ക്വസ്റ്റ്യൻ നമ്പർ 75. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഡാഷ് കാര്യമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിച്ഛേദനമോ അപരിച്ഛേദനമോ. ക്വസ്റ്റ്യൻ നമ്പർ 76. സഭാപ്രസംഗൻ 6-ാം അധ്യായം 10-ാം വാക്യം അനുസരിച്ച് ആരേക്കാൾ ശക്തനായ ഒരാളോട് മല്ലിടാൻ മനുഷ്യന് കഴിവില്ലെന്ന് വ്യക്തമാക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തന്നേക്കാൾ ശക്തൻ. ക്വസ്റ്റ്യൻ നമ്പർ 77. സഭാപ്രസംഗൻ എന്താണ് നേരെയാക്കാൻ കഴിയില്ലെന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വളഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 78. എനിക്ക് മുമ്പേ അപ്പസ്തോലന്മാരായവരെ കാണാൻ ഞാൻ എവിടേക്ക് പോയതുമില്ല, മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജെറുസലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. സഭാപ്രസംഗകൻ തനിക്ക് വേണ്ടി എന്തെല്ലാം നിർമ്മിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മാളികകളും മുന്തിരിത്തോട്ടങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 80. ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകം ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹാഗാർ. ക്വസ്റ്റ്യൻ നമ്പർ 81. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ഡാഷ് ആണെന്ന് ഞാൻ അറിയുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാശ്വതം. ക്വസ്റ്റ്യൻ നമ്പർ 82. നവോമി റൂത്തിനോട് ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി,
സഹോദരിയുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 83. ബോവാസിനോട് ഞാൻ നിന്റെ ദാസിയായ റൂത്താണ് എന്ന് പറഞ്ഞത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 84. നഗരവാതിൽക്കൽ ചെന്ന വ്യക്തി ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 85. മൂന്നാം ദിവസം ഏത് സ്ഥലത്താണ് വിവാഹ വിരുന്ന് നടന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗലീലയിലെ കാന. ക്വസ്റ്റ്യൻ നമ്പർ 86. യേശു പിന്നീട് ഏത് സ്ഥലത്തു നിന്നാണ് പുറത്തു പോയത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദേവാലയത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 87. ഫിലിസ്ത്യർ ദൈവത്തിന്റെ എന്ത് കൈവശപ്പെടുത്തി എബ്നേസറിൽ നിന്ന് അഷ്തോദിലേക്ക് കൊണ്ടുപോയി? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 88. യൂദാസ് പറഞ്ഞത് അവന് ദരിദ്രരെ കുറിച്ച് പരിഗണനയില്ലാത്തതിനാലല്ല, പക്ഷേ അവൻ ഏത് സ്വഭാവക്കാരനായതിനാലാണ്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കള്ളൻ. ക്വസ്റ്റ്യൻ നമ്പർ 89. പിതാവ് വിധി മുഴുവനും ഏൽപ്പിച്ചിരിക്കുന്നത് ആർക്ക്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുത്രൻ യേശു. ക്വസ്റ്റ്യൻ നമ്പർ 90. ഫിലിസ്തീയർ ഇസ്രായേലിനെതിരെ അണിനിരന്നു. യുദ്ധത്തിൽ ഇസ്രായേലിയർ ഡാഷ്. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പരാജയപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 91. നിങ്ങൾ സഹിച്ചവയത്രയും ഡാഷ് ആയിരുന്നുവോ? തീർത്തും വ്യർത്ഥം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വ്യർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 92. എന്റെ വംശത്തിൽപ്പെട്ട എപ്രകാരമുള്ള അനേകരെക്കാൾ യഹൂദ മതകാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു? ഗലാത്യ 1-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമപ്രായക്കാരായ. ക്വസ്റ്റ്യൻ നമ്പർ 93. ആരെല്ലാമാണ് സഭയുടെ തൂണുകളായി കണക്കാക്കപ്പെട്ടിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യാക്കോബ്, കേപ്പ, യോഹന്നാൻ. ക്വസ്റ്റ്യൻ നമ്പർ 94. സഭാപ്രസംഗകൻ 5-ാം അധ്യായം 14-ാം വാക്യം അനുസരിച്ച് ആർക്കാണ് തന്റെ പുത്രന് കൊടുക്കാൻ കൈവശം ഒന്നുമില്ലാതാവുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ധനികനായ അച്ഛന്. ക്വസ്റ്റ്യൻ നമ്പർ 95. ആർക്കാണ് മക്കളില്ലാതിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹന്ന. ക്വസ്റ്റ്യൻ നമ്പർ 96. സഭാപ്രസംഗകൻ 6-ാം അധ്യായം 2-ാം വാക്യം അനുസരിച്ച് ആർക്കാണ് ദൈവം സമ്പത്ത് നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചില ആളുകൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 97. ഗലാത്യ 6-ാം അധ്യായം 1-ാം വാക്യം അനുസരിച്ച് ആരുടെ ജഡത്തെയാണ് അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തുവിനുള്ളവർ. ക്വസ്റ്റ്യൻ നമ്പർ 98. വിളിച്ചതാരെന്ന് കരുതിയാണ് സാമുവൽ ഏലിയുടെ അടുക്കിലേക്ക് പോയത്? ശരിയായ ഉത്തരം
ഓപ്ഷൻ സി എലി. ക്വസ്റ്റ്യൻ നമ്പർ 99. എത്ര പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2 പേർ. ക്വസ്റ്റ്യൻ നമ്പർ 100. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാപെറുക്കി. എലിമലകിന്റെ കുടുംബത്തിൽപ്പെട്ട ആരുടെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്? റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബോവാസിന്റെ. നന്ദി. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും 1 വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.